നമസ്കാരം. ഈ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളായ വിദ്യാർത്ഥികളുടെ നിസ്കാരത്തിനായുള്ള ഒരു പ്രത്യേക മുറി വേണമെന്നും മറ്റുമുള്ള ആവശ്യങ്ങളും അതിനോടനുബന്ധിച്ച സമരവും മറ്റും. വിശാലമായ രീതിയിൽ നമുക്ക് ഈ വിഷയത്തെ ഒന്ന് അനലൈസ് ചെയ്യാം. ഹിന്ദുത്വ ഭീതിയിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഇസ്ലാമിക യാഥാസ്ഥിതികവൽക്കരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇതിന്റെ നേരിട്ടുള്ളതും വ്യാപ്തിയേറിയതുമായ ഒരു വശമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്നത്. ഇന്ത്യയിൽ ഹിന്ദുത്വ ഭീകരത ഇസ്ലാമിനെ ആക്രമിക്കുന്നതിനെ പ്രതിരോധിക്കേണ്ടത് കൂടുതൽ യാഥാസ്ഥിതികമായ ഇസ്ലാമിനെ പുണർന്നുകൊണ്ടാകണം എന്ന രാഷ്ട്രീയമാണ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ളവരുടെ നേതൃത്വത്തിൽ ഒളിച്ചു കടത്തുന്നത്. RSSന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭീകരതയോളം തന്നെ അപകടകരമായ ചിന്തയാണ് അത്. ഏതെങ്കിലും ഒരു മതഭീകരവാദത്തിനെതിരെ ബദലായോ പോരാട്ട മാർഗമായോ മറ്റൊരു മതഭീകരതയെ സ്ഥാപിക്കുക എന്നതിലും അപകടകരമായ അവസ്ഥ മറ്റൊന്നില്ല. പർദ, ഹിജാബ്, നിക്കാബ്, നിസ്കാരം തുടങ്ങിയ ഇസ്ലാമിക മതചിഹ്നങ്ങൾ ഹിന്ദുത്വക്കെതിരായ പോരാട്ട ചിഹ്നങ്ങളായി ഉയർത്തിക്കാണിക്കുകയാണ് ഇവർ. മതചിഹ്നങ്ങളെയെല്ലാം കൾച്ചറൽ ഐഡന്റിറ്റിയുടെ ഭാഗമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ രാഷ്ട്രീയമായും നിലപാടുകളായും ഒക്കെ ഉയർത്തി കാണിക്കുക. അങ്ങനെ ഹിന്ദുത്വ ഭീതിയുടെ മറവിൽ യാഥാസ്ഥിതികവും തീവ്രവുമായ മതനിലപാടുകളിലേക്ക് മുസ്ലിങ്ങളെ തള്ളിവിടുക. മുസ്ലിങ്ങൾ അപകടകാരികളാണ് എന്ന ഭീതി നിറച്ചാണ് ഹിന്ദുത്വ അല്ലെങ്കിൽ RSS ഹിന്ദുവിനെ ഉണർത്തുന്നതെങ്കിൽ ഹിന്ദുത്വ ഭീകരതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തീവ്ര ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ മറുപക്ഷത്തും ശ്രമം നടക്കുന്നത്. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ മാത്രമാണ്. RSSനെ മറുപക്ഷത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തിപ്പെടുന്ന യാഥാസ്ഥിതിക ഇസ്ലാമിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അതൊരിക്കലും RSSനെയോ ഹിന്ദുത്വ ഭീകരവാദത്തെയോ നേരിടാനല്ല, മറിച്ച് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ്. അവർ RSSനെ പൊതുവായി ശത്രുപക്ഷത്ത് നിർത്തുമെങ്കിലും കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത് യുക്തിവാദികൾ, സമുദായത്തിനകത്തെ പുരോഗമനവാദികൾ, ഇടതുപക്ഷം, എക്സ് മുസ്ലിങ്ങൾ എന്നിവരെയാണെന്ന് മനസ്സിലാക്കാം. പർദ്ദയിടാത്ത പെണ്ണ്, നിസ്കരിക്കാത്ത ആണ് എന്ന് തുടങ്ങി വളരെ നിസാരമായ മതനിയമങ്ങൾ ലംഘിക്കുന്നവരെ സംഘിച്ചാപ്പ കുത്തുന്നതാണ് പൊതുരീതി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി ഇവരെ ഇങ്ങനെ ഒരു ചാപ്പ കുത്തി ഒറ്റപ്പെടുത്തലാണ് ലക്ഷ്യം. ഇസ്ലാമിനകത്തെ ഏതെങ്കിലും ഒരു അനാചാരത്തെക്കുറിച്ച് ഒരാൾ പ്രതികരിച്ചാൽ അയാൾ സംഘിയാവുന്നത് എങ്ങനെയാണ്? മതത്തിൽ വിശ്വാസമില്ലെന്നും ദൈവമില്ലെന്നും വാദിച്ചാൽ അയാൾ എങ്ങനെയാണ് സംഘിയാവുന്നത്? ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ പർദ്ദയുടെ കാര്യത്തിൽ ഒരെതിരഭിപ്രായം പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് സംഘിയാവുന്നത്? പിണറായി തേരേനാം എന്ന ക്യാമ്പയിനിലൂടെ രാജ്യത്തെ സംഘപരിവാർ ഇതര സർക്കാരുകളുടെ കൂട്ടത്തിലെ ഒരു മുഖ്യമന്ത്രിയെ തന്നെ സംഘിച്ചാപ്പ അടിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. വളരെ കൃത്യമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് നിർമ്മല കോളേജിൽ കണ്ടത്. കാലാകാലമായി ക്ലാസ് മുറിയിൽ വെള്ളിയാഴ്ചകളിൽ പെൺകുട്ടികൾ നിസ്കരിക്കുമായിരുന്നു എന്നും അത് തടസ്സപ്പെടുത്തിയപ്പോഴാണ് അവിടെ നിസ്കാരം നടത്താൻ ഒരു പ്രത്യേകമായി മുറി ആവശ്യപ്പെട്ടത് എന്നുമൊക്കെയാണ് ഇപ്പോൾ പറയുന്ന ചില ന്യായവാദങ്ങൾ. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച ഞാനോ എന്റെ സുഹൃത്തുക്കളോ അങ്ങനെ വെള്ളിയാഴ്ചകളിൽ ക്ലാസ് മുറികളിൽ നിസ്കരിക്കുന്ന ഈ മുസ്ലിം പെൺകുട്ടികളെ കണ്ടിട്ടില്ല. വെള്ളിയാഴ്ചകളിൽ ചില മുസ്ലിം ആൺകുട്ടികളൊക്കെ സമീപത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകും. അതിനപ്പുറത്തേക്ക് സ്കൂളിലൊരു നിസ്കാരം നടന്നതായി അറിവിലില്ല, കണ്ടിട്ടില്ല. ഹിന്ദുത്വ ഭീകരത സൃഷ്ടിക്കുന്ന ഭീതിയുടെ മറവിൽ കലാലയങ്ങളുടെ മതവൽക്കരണമാണ് ഒരു കൂട്ടർ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ ടെക്നിക്കൽ ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ഇവർ മതപ്രബോധന പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘപരിവാർ സംഘടനകൾ, ഒരു ഉദാഹരണത്തിന് ഗർവാപസി പ്രബോധന പരിപാടികൾ സംഘടിപ്പിച്ചാൽ എന്ത് പ്രശ്നമാണോ ഉണ്ടാവുക അതേ കുഴപ്പം തന്നെ ഈ പറയുന്ന ഇസ്ലാമിക് സംഘടനകളുടെ പരിപാടികൾക്കും ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടതും എതിർക്കേണ്ടതുമാണ്. ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുക എന്നത് ക്യാമ്പസിലെ മുസ്ലിം നാമധാരികളായ കുട്ടികളുടെ ഒരു ബാധ്യതയായി മാറുന്നുണ്ട്.
കാരണം ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇവർക്ക് സംഘിച്ചാപ്പ കിട്ടും. കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നടന്ന വത്തക്ക വിവാദം എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് കരുതുന്നു. പുതിയ ചിന്തകളും പുത്തൻ ആശയങ്ങളും രൂപപ്പെടുകയും അത് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും മനുഷ്യ സമുദായത്തിന്റെയും വികാസത്തിലേക്ക് നയിക്കപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടുന്ന കേന്ദ്രമാണ് ക്യാമ്പസ്. അവിടെ മതസദാചാര നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എത്രത്തോളം അപകടകരമാണ്. കോളേജ് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ മാത്രമല്ല, ഇത് സ്കൂളുകളിലും പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. മതമില്ലാത്ത ജീവൻ വിവാദം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നില്ല. സ്കൂളുകളിലെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങി പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളെ പോലും ആൺപെൺ വ്യത്യാസമില്ലാതെ ഇടകലർത്തി ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയെപ്പോലും ശക്തമായി എതിർക്കുന്നത് ഇതേ തീവ്രവാദ ഇസ്ലാമിക ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. ഇത് ഒരു പുരോഗമന സമൂഹം എന്ന നിലയിൽ മലയാളികൾ പാടെ നുള്ളിക്കളയേണ്ടുന്ന സംഗതികളാണ്. സംഘപരിവാർ ഭീകരതയെ, അതായത് ഹിന്ദുത്വവാദത്തെയൊക്കെ എതിർക്കേണ്ടത് ഇസ്ലാമിക തീവ്രവാദം കൊണ്ടല്ല. ഏതൊരു മത തീവ്രവാദവും ഒരേപോലെ ഭീകരമാണ്. ശക്തിയുള്ള ഭീകരവാദം മോശവും ദുർബലമായ ഭീകരവാദം നല്ലതും എന്നൊരു സംഗതി ഇല്ല ഇതിൽ. ഹിന്ദുത്വ ഭീകരതയെ എതിർക്കേണ്ടത് പുരോഗമനപരവും മനുഷ്യത്വപരവുമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്. ക്യാമ്പസുകളിൽ മതമല്ല മാനവികതയാണ് പൂത്തുലയേണ്ടത്. മനുഷ്യർ തമ്മിൽ പ്രണയിക്കട്ടെ, അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യട്ടെ. മതമില്ലാത്ത ജീവനുകൾ ഈ മണ്ണിൽ ഉയരുകയും ചെയ്യട്ടെ. അതോടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മത തീവ്രവാദവും മതരാഷ്ട്രീയവും മതരാഷ്ട്രവാദവും ഇല്ലാതാകട്ടെ. പുരോഗമന ജനാധിപത്യ രാജ്യം ശക്തിയോടെ നിലനിൽക്കട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ. സമാനമായ വിഷയങ്ങളിലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.